നമ്മുടെ മുന്നിലിരിക്കുന്നത് പ്യുവർ EVയുടെ എക്കോ ഡ്രിഫ്റ്റ് എന്ന് പറയുന്ന ഒരു മോഡലാണ്. കണ്ടു കഴിഞ്ഞാൽ ഈ ഒരു സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ എവിടേക്കോ കണ്ടു മറന്ന ആ ഒരു രൂപമാണ്. പിന്നെ മുന്നിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും ആ ഒരു NSൻ്റെ ഹെഡ്ലൈറ്റ്സ് തന്നെയാണ് വന്നേക്കുന്നത്. പിന്നെ ഇതാണ് നമ്മുടെ എട്രിസ്റ്റ് എന്ന് പറയുന്ന മോഡലിന് തൊട്ട് താഴത്തുള്ള മോഡലാട്ടോ. നമ്മൾ മുന്നേ കണ്ട പോലെ തന്നെ 3 റൈഡിംഗ് മോഡ്സ് ഇതിലും വന്നിട്ടുണ്ട്. ഡ്രൈവ് മോഡ്, ക്രോസ് ഓവർ മോഡ്, ത്രില്ലർ മോഡ്. പാർക്കിങ്ങിൻ്റെ സ്വിച്ച് ഉണ്ട്, അതുപോലെ തന്നെ റിവേഴ്സിൻ്റെ ഒരു സ്വിച്ചും കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു എഞ്ചിൻ ഗിയർ സ്വിച്ചും ഇവർ കൊടുത്തിട്ടുണ്ട്. ആദ്യത്തെ മോഡിൽ 45 km/h ആണ് സ്പീഡ് ലിമിറ്റ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ രണ്ടാമത്തെ ക്രോസ് ഓവറിലാണെങ്കിൽ 60യും പിന്നെ മൂന്നാമത്തെ മോഡിൽ അതായത് ത്രില്ലർ മോഡിലാണെങ്കിൽ 75 ആണ് ടോപ്പ് സ്പീഡ് ഇതിൽ കൊടുത്തേക്കുന്നത്. കമ്പനി ക്ലെയിം ചെയ്യുന്ന റേഞ്ച് എന്ന് പറയുന്നത് 170 km ആണ്. പിന്നെ ഇതിൻ്റെ ബാറ്ററി ചാർജ് ചെയ്യാനായിട്ട് 0 to 100 എത്താനായിട്ട് 5 hours ആണ് ഇതിൻ്റെ ഒരു നമുക്ക് ചാർജ് ചെയ്യാൻ എടുക്കുന്ന ടൈം എന്ന് പറയുന്നത്. മുന്നേയുള്ള ബൈക്സിൽ കണ്ട പോലെ തന്നെ ഡൗൺ ഹില്ലും അപ്പ് ഹിൽ അങ്ങനത്തെ അസിസ്റ്റിംഗ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ റീജിയൻ ബ്രേക്കിംഗ് സിസ്റ്റവും ഇതിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സ്പ്ലിറ്റ് സീറ്റ് അല്ല, ഒരു സിംഗിൾ സീറ്റാണ് വന്നേക്കുന്നത്. ഒന്ന് റൈഡർക്കും പെള്ളിയാണ് അത്യാവശ്യം കംഫർട്ടായിട്ട് ഇരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള സീറ്റാണ്. നല്ല കുഷ്യൻ്റാട്ടോ, നല്ല ഒരു കംഫർട്ടായിട്ടുള്ള സീറ്റ് തന്നെയാണ്. പിന്നെ ഒരു കുഞ്ഞു ബൈക്കാണ്, അപ്പോൾ നമുക്ക് ഡെയിലി കമ്മ്യൂട്ടിങ്ങിനൊക്കെ ആയിട്ട് കൊണ്ട് നടക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ബൈക്ക് തന്നെയാണ്. പിന്നെ ക്രാഷ് കാർഡ്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ തന്നെയാണ് ബൈക്കിൻ്റെ ഓവറോൾ ലുക്ക് എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ ഇതിൻ്റെ ഒരു എന്താ പറയുക റേഞ്ച് ടെസ്റ്റ് ചെയ്യാനായിട്ട് പോവുകയാണ്. ഇപ്പോൾ ഞാൻ നമ്മുടെ ഷോറൂമിൻ്റെ മുന്നിലാണ് ഉള്ളത്. ഇപ്പോൾ കോഴിക്കോട് വയനാട് റൂട്ടിലായിട്ടുള്ളത്. അപ്പോൾ ഇവിടുന്ന് ഞാൻ ഈ ബൈക്ക് എടുത്ത് ഇറങ്ങുവാണ്. കോഴിക്കോട് ടൗണും ഇൻ ആൻഡ് അറൗണ്ടും ഒക്കെ ഒന്ന് കറങ്ങാനുള്ള പ്ലാനിലാണ്. 170 km ഓടിക്കാൻ പറ്റുമോ എന്നൊന്നും എനിക്കറിയത്തില്ല. എന്താണെങ്കിലും നമുക്ക് ഈ ബൈക്ക് എത്രത്തോളം കേപ്പബിൾ ആണ് അല്ലെങ്കിൽ എത്ര റേഞ്ച് കിട്ടും എന്നുള്ളത് നമുക്ക് ഈ ഒരു വീഡിയോയിൽ കാണാം. അപ്പോൾ നമുക്ക് വെള്ളം ഇട്ടാലോ. എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം? അപ്പോൾ ഇത് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ഇവിടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റാർട്ടായി. ഓക്കെ, റണ്ണിങ് ആണ്. ഇത് ഭയങ്കര കുഞ്ഞു വണ്ടിയാട്ടോ. നമ്മുടെ ഈ ഒരു സ്പ്ലെൻഡർ ആ ഒരു സെഗ്മെൻറ്റിലൊക്കെ വരുന്ന ഒരു ബൈക്കാണിത്. നോക്കാം നമുക്ക് ഈ ഒരു ബൈക്ക് എത്ര കിലോമീറ്ററാണ് ഓടുന്നതെന്ന്. ഇതും നമുക്കൊരു റേഞ്ച് ടെസ്റ്റിന് വേണ്ടിയിട്ട് ഇറങ്ങിയേക്കുവാണ്. ഇത് ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്. നമുക്കിങ്ങനെ കൊണ്ടു നടക്കാനായിട്ട് ഒരു എന്താ കുഞ്ഞ് എന്താ പറയുക ഭയങ്കര ക്യൂട്ടായിട്ടുള്ളൊരു ബൈക്കാണ്. അപ്പോൾ ഇതിനും നമ്മൾ ഈ പറഞ്ഞ പോലെ റൈഡിങ് മോഡ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ന്യൂ ഇയറിൻ്റെ ടൈം ആയത് കാരണം അത്യാവശ്യം നല്ല തിരക്കാട്ടോ റോഡൊക്കെ. ബാലുശ്ശേരി ഭാഗത്ത് പോയിട്ട് അവിടെ നിന്ന് നമ്മൾ നേരെ ബാലുശ്ശേരി റോഡെന്ന് പറഞ്ഞിട്ട് ഒരു റോഡുണ്ട്. നമുക്ക് ആ ഒരു ഭാഗത്തേക്ക് പിടിക്കാം. അപ്പോൾ നമുക്ക് നല്ല കൂളായിട്ട് ഓടിക്കാൻ പറ്റുന്ന നല്ല റോഡ്സാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ആ റോഡൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാം. മൂന്നാമത്തെ മോഡിൽ നല്ല രീതിയിൽ വണ്ടി ഇങ്ങനെ പറന്ന് പോകുന്നുണ്ട്. ഇറ്റ്സ് ഫ്ലൈയിങ്. നമുക്ക് എന്തായാലും കുറച്ച് നേരം രണ്ടാമത്തെ മോഡിലിട്ട് കുറച്ച് ദൂരം ഒന്ന് ഓടിക്കാം. ഇതിൻ്റെ മാക്സിമം ടോപ്പ് സ്പീഡ് എന്ന് പറയുന്നത് 75 ആട്ടോ ഇവർ കമ്പനി ക്ലെയിം ചെയ്യുന്നത്. അത് ത്രില്ലർ മോഡിലാണ്. അതുപോലെ തന്നെ ക്രോസ് ഓവർ മോഡുണ്ട്, അതിൽ 60 ആണെന്ന് അവർ പറയുന്നത്. ഇപ്പോൾ ഞാനിപ്പോൾ ക്രോസ് ഓവർ മോഡിൽ ഇട്ടേക്കുന്നത്. നമുക്ക് നോക്കാം ഇതിൻ്റെ ടോപ്പ് സ്പീഡ് നോക്കാൻ പറ്റിയൊരു സ്ഥലമല്ല, കാരണം ഇത് നല്ല റഷുള്ളൊരു റോഡാണ്. അപ്പോൾ ടോപ്പ് സ്പീഡ് ഞാൻ പിന്നെ നോക്കാം. ഇപ്പോൾ നമുക്ക് ഇതിൻ്റെ റേഞ്ചാണ് നമുക്കൊന്ന് അറിയേണ്ടത്. ഇതിൻ്റെ ബാക്കിലെ ബ്രേക്ക് ആക്ച്വലി ഇറ്റ്സ് എ ഡ്രം ബ്രേക്ക്. ഫ്രണ്ടിൽ വന്നിട്ട് ഡിസ്ക് ബ്രേക്സ് ആണ്. ഇല്ലാത്ത ബ്ലോക്കാണ്. 7 km ഓടിയിട്ടുള്ളൂ കേട്ടോ. 60 km എടുത്തത്. നമുക്ക് എന്തായാലും ഒരു 50 km കഴിഞ്ഞിട്ട് നിർത്തിയിട്ട് റേഞ്ച് എന്താ അവസ്ഥയും നോക്കാം. ഇപ്പോൾ നമുക്ക് റേഞ്ച് നോക്കുവാണെങ്കിൽ 98 km കാണിക്കുന്നത്. ഞാൻ 60 km നമ്മുടെ ഷോറൂമിൽ നിന്ന് എടുത്തത്. ഇപ്പോൾ ഒരു 40 km ആവാൻ പോകുന്നേ ഉള്ളൂ. നമുക്ക് എന്തായാലും ഒരു 50 km ആകുമ്പോൾ നമ്മുടെ ബൈക്ക് നിർത്തിയിട്ട് എത്ര ചാർജ് വലിച്ചു എന്നുള്ളത് നമുക്ക് നോക്കാം. ഇപ്പോൾ ഒരു കട്ട അവിടെ ബ്ലിങ്ക് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ലെറ്റ്സ് സീ. പെട്ടെന്ന് പള്ളിപ്പെരുന്നാളെ കണ്ട് നടക്കണ്ടല്ലോ ഇവിടെ. നമ്മുടെ ബൈക്ക് ഷോറൂമിൽ നിന്ന് എടുത്തിട്ട് ഇപ്പോൾ 113 km കാണിക്കുന്ന. 60 km നമ്മുടെ ബൈക്ക് പുറത്തേക്ക് എടുത്തത്. ഇപ്പോൾ ഏകദേശം ഒരു 53 km ഓടിയിട്ടുണ്ട്. നമുക്ക് എന്തായാലും എത്രയാണ് ഇപ്പോൾ ബാറ്ററി പെർസെൻറ്റേജ് എന്നുള്ളത് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം കേട്ടോ. 64.4 ബാക്കിയുള്ള ബാറ്ററി പെർസെൻറ്റേജ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താ പറയുക 50 km 53 km ഓടാനായിട്ട് ഏകദേശം 46% കുറഞ്ഞിട്ടുണ്ട്. നമ്മളിപ്പോൾ ഏകദേശം ഒരു 160 km ഈ ഒരു ബൈക്ക് ഓടിച്ചിട്ടോ. ഓൾമോസ്റ്റ് 22% ചാർജാണ് ലെഫ്റ്റ് ആയിട്ടുള്ളത്. അപ്പോൾ എക്കോ ഡ്രിഫ്റ്റ് എന്ന് പറയുന്ന ഈ ഒരു ബൈക്ക് നമ്മുടെ എട്രിസ്റ്റ് എന്ന് പറയുന്ന ആ ഒരു ബൈക്കുമായിട്ട് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഇത് കുറച്ചുകൂടി സിറ്റി കമ്മ്യൂട്ടിങ്ങിന് ബെറ്റർ ആയിരിക്കും. കുറച്ചുകൂടി എന്താ പറയുക കുറച്ചുകൂടി റേഞ്ച് കിട്ടുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. എന്നാൽ മറ്റേ നമ്മുടെ ബൈക്കിൻ്റെ അത്ര പുഷും ചെയ്യുന്നില്ല. അതിൻ്റെ ബാറ്ററിയും ഇതിൻ്റെ ബാറ്ററിയായിട്ട് വ്യത്യാസമുണ്ട്. അത് 4 kW ബാറ്ററിയാണ് വരുന്നത്. ഇത് 3.53 സംതിങ് ആയിരുന്നു.
എന്താണെങ്കിലും സിറ്റി കമ്മ്യൂട്ടിങ്ങിനാണെങ്കിലും എന്താ പറയുക, ഇത്രയും ഞാൻ ഇന്നലെ ഏകദേശം ഒരുപാട് ദൂരം ഈ ഒരു ബൈക്കുമായിട്ട് ഓടിച്ചു. അതായത് ഒരു 170 കിലോമീറ്ററോളം ഈ ഒരു ബൈക്ക് ഓടിച്ചു ഇപ്പോൾ തന്നെ കറൻ്റ്ലി. കരിയാത്തുംപാറ അത് അത്യാവശ്യം ഹൈ റേഞ്ചും മോശം റോഡ്സും എല്ലാം ഓടിച്ചിട്ടും ഇത്രയും റേഞ്ച് കിട്ടുന്നുണ്ട്. രാത്രി ആയത് കാരണമാണ് എനിക്ക് ആ റോഡ് കറക്റ്റായിട്ട് കാണിക്കാൻ പറ്റാത്തത്. അപ്പോൾ സോ ഫാർ സോ ഗുഡ്. 75 ആണ് തേർഡിൽ നമുക്ക്, അതായത് ത്രില്ലർ മോഡിൽ അവർ ടോപ്പ് സ്പീഡ് പറയുന്നത്. പക്ഷെ നമുക്കിപ്പോൾ ഒരു 60 ഇപ്പോൾ നിൽക്കാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാറ്ററി ഡൗൺ ആണ് കുറച്ച്. അപ്പോൾ എനിക്ക് തോന്നുന്നു 50% മേളിലുണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ആ പറയുന്ന ഒരു ടോപ്പ് സ്പീഡിലേക്ക് നമുക്ക് ഗെയിൻ ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ സെക്കൻഡ് മോഡിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് എത്ര വരെ മാക്സിമം പോകും നോക്കിക്കഴിഞ്ഞാൽ സെക്കൻഡ് മോഡിൽ 55, 56 ഇങ്ങനെ നിൽക്കുവാണ്. സോ നമുക്ക് എന്തായാലും ഫസ്റ്റ് മോഡിലൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഫസ്റ്റ് മോഡിൽ നല്ല സ്ലോ ആണ്, 44, 43 ആ ഒരു റേഞ്ചിലാണ് വരുന്നത്. ബൈക്ക് ജസ്റ്റ് ഒന്ന് ബാക്കിലേക്ക് വെക്കണമെങ്കിൽ വെറുതെ ബാക്കിലേക്ക് തള്ളിയാൽ പോകത്തില്ല. റിവേഴ്സ് പ്രസ് ചെയ്തിട്ട് ത്രോട്ട് കൊടുത്താൽ മാത്രമേ ബാക്കിലേക്ക് പോകത്തുള്ളൂ കേട്ടോ. ഇത് ആർക്കൊക്കെ പറ്റും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് ഓട്ടോ ഉള്ള ആൾക്കാർക്ക്, ബിഗിനേഴ്സിന്, അതുപോലെ കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്കൊക്കെ കുഴപ്പമില്ല. അപ്പോൾ ഇതിൻ്റെ കാര്യമായിട്ട് ഈ ബൈക്കിനെ പറ്റി ഒന്ന് പഠിച്ച് ഒന്ന് യൂസ് ടു ആയി കഴിഞ്ഞാൽ അവർക്ക് ഭയങ്കര ഈസിയാണ്. സ്വിഗ്ഗി, സൊമാറ്റോ പോലെയുള്ള ഡെലിവറി ഓടുന്നവർക്കൊക്കെ ഈ ഒരു ബൈക്ക് ഭയങ്കര ആപ്റ്റായിരിക്കും കേട്ടോ. കാരണം ഒന്ന് ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ബൈക്ക് ഒരു രക്ഷയില്ല, അത്യാവശ്യം നല്ല രീതിയിൽ കിടന്ന് ഓടുന്നുണ്ട്. ഇപ്പം തന്നെ 170 കിലോമീറ്ററോളം ഞാൻ ഓടിച്ചു. സ്റ്റിൽ ബാറ്ററി ചാർജ് അവിടെ ഉണ്ട്. അത്യാവശ്യം സ്പീഡിൽ പോകാനും പറ്റും. ഒരു 60, 70 നമുക്ക് ടോപ്പ് ചെയ്യാനും പറ്റും. അപ്പോൾ സിറ്റി പർപ്പസിനാണെങ്കിലും കുറച്ച് ദൂരത്തേക്ക് ഓടിക്കാനാണെങ്കിലും ഓക്കെയാണ്. പിന്നെ വാറണ്ടിയും കൊടുക്കുന്നുണ്ട്, 5 വർഷം അല്ലെങ്കിൽ 70,000 കിലോമീറ്ററാണ്. അപ്പോൾ അതൊക്കെ വലിയൊരു കാര്യം തന്നെയാണ് സംഭവം. എന്തായാലും 170 കിലോമീറ്റർ റേഞ്ചാണ് കമ്പനി ക്ലെയിം ചെയ്യുന്നത്. എനിക്കിപ്പോൾ തന്നെ 165 മേളിൽ കിട്ടിയിട്ടുണ്ട്. ഇനിയും എനിക്ക് തോന്നുന്നു ഒരു 10 to 15% ബാക്കിയുണ്ട്. എന്തായാലും ഷോറൂമിൽ എത്തിയിട്ട് വി വിൽ ചെക്ക് ഇറ്റ് ഔട്ട് എന്താണ് ഇതിൻ്റെ അവസ്ഥ എന്നുള്ളത്. കൊള്ളാലോ സംഭവം, കൊള്ളാട്ടോ. ഇങ്ങനെ ഇതൊരു നൈസാണ് വണ്ടി. ഇത് ഓടിക്കാനാണെങ്കിലും ബാക്കിലത്തെ ബ്രേക്കിങ് കുറച്ച് കുറവാണ്, എനിക്ക് തോന്നുന്നത് അത് ബൈക്കിൻ്റെ ആയിരിക്കും. ഓവറോൾ നോക്കുകയാണെങ്കിൽ സിറ്റിയിലൊക്കെ കൊണ്ടു നടക്കാനായിട്ട് ഒരു പെർഫെക്റ്റ് ബൈക്ക് തന്നെയാണ്. ഫീൽ സോ ഗുഡ്, നൈസാണ്. അപ്പോൾ നമ്മുടെ ഷോറൂമിൻ്റെ അടുത്ത് എത്താറായിട്ടുണ്ട്. വെള്ളിമാട് കുന്ന്. എനിക്കെപ്പോഴും മാറിപ്പോകും, വെള്ളമടിക്കുന്നു എന്നാണ് ഞാനിത് വായിക്കുമ്പോൾ വായിക്കുന്നത്. ഇറ്റ്സ് നോട്ട് ബിക്കോസ് ഓഫ് വെള്ളമടിക്കുന്നു, ഇറ്റ്സ് വെള്ളിമാട് കുന്ന്. അപ്പോൾ നമ്മുടെ ഈ ഇറക്കത്തിലാണ് നമ്മുടെ ഷോറൂം ഉള്ളത്. നമ്മുടെ വണ്ടി കയറ്റം കയറുമോ ഇല്ലയോ എന്നൊക്കെ ടെസ്റ്റ് അടിക്കാനായിട്ട് പറ്റിയ ഒരു സ്ഥലത്താണ് ഈ സംഭവം കൊണ്ട് വെച്ചേക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഡോണ്ട് വറി, നിങ്ങൾക്ക് വണ്ടി എടുത്തിട്ട് ടെസ്റ്റ് റൈഡ് ചെയ്ത് നോക്കാവുന്നതാണ്. കയറ്റവും ഇറക്കവും ഒക്കെ 236 മൈനസ് 60, 176 കിലോമീറ്ററാണ് ഇപ്പോൾ എനിക്ക് കിട്ടിയേക്കുന്നത്. ബാക്കി എത്ര ബാറ്ററി പെർസെൻറ്റേജ് ഉണ്ട് എന്നുള്ളത് നമുക്കിപ്പോൾ നോക്കാം. 10.4 ബാറ്ററി പെർസെൻറ്റേജാണ് ബാക്കിയുള്ളത്. ഏകദേശം 176 കിലോമീറ്റർ ഓടി. അതും ഞാൻ ഓടിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കരിയാത്തുംപാറ അല്ലെങ്കിൽ നല്ല ഗഡ് സെക്ഷൻ, തോണിക്കടവ്, ആ ഒരു ഗഡ് സെക്ഷൻ അല്ലെങ്കിൽ ആ ഒരു മലയോര മേഖലയിൽ കൂടിയാണ് ഞാൻ ഈ വണ്ടി കൂടുതൽ ഓടിച്ചത്. എന്നിട്ടും ഇതിന് 176 ഇപ്പോൾ റേഞ്ച് കാണിച്ചേക്കുന്നത്. 170 കമ്പനി ക്ലെയിം ചെയ്തേക്കുന്നത്. ചിലപ്പോൾ അതിന് റൈഡറിൻ്റെ വെയിറ്റും അല്ലെങ്കിൽ റോഡിൻ്റെ ടെറൈനും ഒക്കെ നോക്കിയിട്ടായിരിക്കും. എന്താണെങ്കിലും സോ ഫാർ സോ ഗുഡ്. അപ്പോൾ ഈ ഒരു എക്കോ ഡ്രിഫ്റ്റ് എന്ന് പറയുന്നൊരു ബൈക്കാണ് നമ്മളിപ്പോൾ റേഞ്ച് ടെസ്റ്റ് ചെയ്തത്. പ്യുവർ എവിയുടെ ഈ ഷോറൂം വെള്ളിമാട് കുന്നിലാണ്, നമ്മുടെ കോഴിക്കോട് വയനാട് റൂട്ടിലാണ്. എന്താണെങ്കിലും ഈ ഒരു ബൈക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. കാരണം സിറ്റി കമ്മ്യൂട്ടിങ്ങിനാണെങ്കിലും ഞാൻ പറഞ്ഞില്ല, ഡെലിവറി പർപ്പസിനൊക്കെ ആണെങ്കിലും യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ബൈക്ക് തന്നെയാണ്. അൺബിലീവബിൾ ആയിട്ടുള്ള റേഞ്ചാണ് എനിക്കിപ്പോൾ ഈ ഒരു ബൈക്കിൽ നിന്ന് കിട്ടിയേക്കുന്നത്. ഇനിയും ഓടും, എനിക്ക് തോന്നുന്നു ഒരു 5-6 കിലോമീറ്റർ ഓടാനുള്ള റേഞ്ച് അതിനകത്തുണ്ട്. പക്ഷേ നമുക്ക് ചാൻസസ് എടുക്കണ്ട, നമുക്ക് എന്തായാലും ഷോറൂമിൽ വണ്ടി തിരിച്ചേൽപ്പിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ബുക്ക് ചെയ്യാനായിട്ട് പ്യുവർ ഇ വി ആയിട്ട് കോൺടാക്ട് ചെയ്താൽ മതി. അല്ലെങ്കിൽ ഷോറൂമിൽ ഡയറക്റ്റ് വന്നിട്ട് ടെസ്റ്റ് റൈഡ് ചെയ്ത് നോക്കാം. അപ്പോൾ NSൻ്റെ തലയുള്ള ഇവനാണ് നമ്മുടെ എക്കോ ഡ്രിഫ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഓക്കെ, അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു സോ മച്ച്.